എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. ഇപ്പോൾ അവർ ദൈവ മുൻപിൽ സേവയാം എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. Genesis chapter 10 verse 10 and 11. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. And the beginning of his kingdom was Babel and Erech and Akkad and Kalne in the land of Shinar. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ട് നിനവെ, രഹോബോത്ത് പട്ടണം, കാല. Out of that and the went forth Ashur and builded Nineveh and the city Rehoboth and Kala. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. വർഷിപ്പ് ഈസ് നോട്ട് ഫോർ യുവർ ബെനിഫിറ്റ്. ആസ് എ പാസ്റ്റർ I received notes that say, I loved the worship today. I got a lot out of it. This is another misconception about worship. It is not for our benefit. We worship for God's benefit. When we worship, our goal is to bring pleasure to God, not ourselves. If you ever said, I did not get anything out of worship today, you worshipped for the wrong reaction. Worship isn't for you, it's for God. Of course, most worship services also include element of fellowship, edification and evangelism, and there are benefits to worship, but we do not worship to please ourselves. Our motive is to bring glory and pleasure to our Creator. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. Proverbs chapter 9 verse 6 and 7. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. Forsake the foolish and live and go in the way of understanding. പരിഹാസ്യം ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. He that reproveth a scorner getteth to himself shame, and he that rebuketh a wicked man getteth himself a blot. നമുക്ക് 4
സെഷനിലേക്ക് പോവാം. മത്തായി എഴുതിയ സുവിശേഷം 2:20 വാക്യം. മാത്യു ചാപ്റ്റർ 2:20. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. Saying, arise and take the young child and his mother and go into the land of Israel, for they are dead which sought the young child's life. ഇനി നമുക്ക് 5th സെഷനിലേക്ക് പോവാം. സുഡാൻ രാജാവ് നയിക്കുന്ന ഈജിപ്ഷ്യൻ സൈന്യം തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന വിവരം ഇതിനിടെ അസീറിയക്കാർ കേട്ടു. അസീറിയൻ രാജാവ് ഇത് കേട്ടപ്പോൾ ഹിസ്കിയ രാജാവിന് ഒരു കത്തയച്ചു. അതിങ്ങനെയാണ്: ഞാൻ നിന്നെ കീഴടക്കുകയില്ലെന്ന് നിന്റെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നു അല്ലേ? ഞാൻ കബളിപ്പിക്കപ്പെടരുത് അസീറിയൻ രാജാക്കന്മാർക്ക് ഏത് രാജ്യവും നശിപ്പിക്കുവാൻ കഴിയും എന്ന് നിനക്കറിയാം. നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഹിസ്കിയ രാജാവ് ഈ കത്ത് വായിച്ചു. അതിനുശേഷം അവൻ ദൈവാലയത്തിൽ ചെന്ന് എഴുത്ത് യഹോവയുടെ മുൻപാകെ വെച്ച് പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ മാത്രമാണ് ദൈവം. അവിടുന്ന് എല്ലാ രാജ്യങ്ങളെയും ലോകത്തെയും ഭരിക്കുന്നു. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്പോൾ യഹോവേ, ഞങ്ങളെ കടാക്ഷിച്ച് ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നത് കാണണമേ. ജീവിക്കുന്ന ദൈവമായ അങ്ങയെ അപമാനിക്കുന്ന സൻഹേരീബിന്റെ വാക്കുകൾ കേൾക്കണമേ. അപ്പോൾ യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന സന്ദേശം യെശയ്യാവ് അവന് അയച്ചു കൊടുത്തു. യഹോവ അസീറിയക്കാരോട് അരുളി ചെയ്തതെന്തെന്നാൽ: സൻഹേരീബേ, നിന്നെ നോക്കി യെരൂശലേം പട്ടണം ചിരിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധ ദൈവമായ എന്നെയാണ് നീ പരിഹസിച്ചത് എന്ന് അറിയുക. യെശയ്യാവ് ഹിസ്കിയ രാജാവിനോട് പറഞ്ഞു: സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരടയാളം ഇതാ, ഈ വർഷവും അടുത്ത വർഷവും നിനക്ക് ഭക്ഷിക്കുവാൻ കാട്ടുധാന്യം മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ 3-ാം വർഷം കൃഷി ചെയ്ത് ധാന്യം കൊയ്യുവാൻ നിനക്ക് സാധിക്കും. ഈ മുന്തിരിച്ചെടി നടുകയും മുന്തിരിങ്ങ തിന്നുകയും ചെയ്യും. ജനങ്ങൾ യഹൂദയിലും യെരൂശലേമിലും പാർക്കും. സർവശക്തനായ ദൈവം ഈ കാര്യങ്ങൾ സംഭവിക്കുവാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അസീറിയൻ രാജാവിനെ കുറിച്ച് യഹോവ അരുളി ചെയ്യുന്നു: അവൻ പട്ടണത്തിൽ കടക്കുകയോ അതിനെതിരെ ഒരമ്പെങ്കിലും എഴുതുകയോ ചെയ്യുകയില്ല. പടയാളികളിൽ ഒരുത്തനും പട്ടണത്തിന് നേരെ വരികയില്ല. അവൻ വന്ന വഴിയെ മടങ്ങിപ്പോകും. ഞാൻ യഹോവ തന്നെ പറഞ്ഞിരിക്കുന്നു. പട്ടണത്തെ ഞാൻ സംരക്ഷിക്കുമെന്ന് ദാവീദിനോട് ഞാൻ ചെയ്ത വാക്ക് പാലിക്കേണ്ടതിനും എൻ്റെ നാമത്തിനു വേണ്ടിയും അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു ദൈവദൂതൻ അസീറിയൻ പാളയത്തിൽ പോയി 1,85,000 പടയാളികളെ വധിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അവർ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അസീറിയൻ രാജാവ് സൻഹേരീബ് നിനവയിലേക്ക് രക്ഷപ്പെട്ടു. ഒരു ദിവസം അവൻ ക്ഷേത്രത്തിൽ പോയി തൻ്റെ ദേവനെ കണ്ട് വണങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ മക്കളിൽ 2 പേർ അവിടെ വന്ന് അവനെ വാളുകൊണ്ട് കൊന്ന ശേഷം ഓടി രക്ഷപ്പെട്ടു. യെശയ്യാവിൻ്റെ പ്രത്യാശാവചനങ്ങൾ. യെശയ്യാവ് 40:1-8 വരെ. ദൈവം തൻ്റെ ജനത്തെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ധൈര്യപ്പെടുത്തി. ധാരാളം പേർ ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടു. അവരുടെ ശിക്ഷാകാലം വേഗം അവസാനിക്കുമ്പോൾ അവർക്ക് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാം. മാർഗമധ്യേ അവർക്ക് ഭയാനകമായ ഒരു മരുഭൂമി കടക്കേണ്ടതുണ്ട്. അവർ സഹായത്തിനായി ദൈവത്തിൽ ആശ്രയിക്കണം. ആരോ വിളിച്ചു പറയുന്നു: മരുഭൂമിയിൽ കർത്താവിന് പാത നിരപ്പാക്കുവിൻ, പർവ്വതങ്ങൾ നിരപ്പാക്കുക, പട്ടണവീഥികൾ നേരെയാക്കുക. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, അപ്പോൾ അവൻ തൻ്റെ മഹത്വം സകലർക്കും വെളിപ്പെടുത്തും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്നു. ദൈവത്തിൻ്റെ ഈ സന്ദേശം അറിയിക്കുക. ഒരാൾ വിളിച്ചു പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് സന്ദേശമാണ് പറയേണ്ടത്?
ശബ്ദം മറുപടി പറഞ്ഞു. ദൈവം പറയുന്നു, എല്ലാ മനുഷ്യരും പുല്ലുപോലെയും പൂവ് പോലെയും ആകുന്നു. ഞാൻ കാറ്റയക്കുമ്പോൾ പുല്ല് ഉണങ്ങുന്നു, പൂവുകൾ വാടിക്കൊഴിയുന്നു, എന്നാൽ എൻ്റെ വചനം എന്നും നിലനിൽക്കും. പിന്നെ നമുക്കിതിൻ്റെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഇതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് നോക്കാം. കണ്ടൻറ്റ് ഉള്ളടക്കം അല്ലെങ്കിൽ അവലോകനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേരിട്ട് വിളിക്കാം. നമുക്കത് ഇതിലൂടെ നോക്കാവേ. ഇന്നത്തെ കണ്ടൻറ്റ്: അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കന്നേഹ എന്നിവരായിരുന്നു. പരമ്പര അല്ലെങ്കിൽ വംശാവലി ആയതുകൊണ്ടാണ് പേർ മാത്രം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുക. അത് നമുക്ക് ഒരു കണ്ടൻ്റായിട്ട് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, അത് അതേപടി തന്നെ എഴുതി വായിക്കുകയാണ്. ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഹിസ് കിങ്ഡം വാസ് ബാബേൽ ആൻഡ് ഏരക് ആൻഡ് അക്കാദ് ആൻഡ് കാൽനെ ഇൻ ദ ലാൻഡ് ഓഫ് ശിനാർ. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു, നിനേവ, രഹബോത്ത് പട്ടണം, കാലം. ഔട്ട് ഓഫ് ദ ആൻഡ് went forth Ashur and builded Nineveh and the city and Kala. സെക്കൻഡ് സെഷൻ്റെ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടന്റിൻ്റെ ഒരു ചെറിയ പോയിന്റ് വർഷിപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റിക്വയറൻസിൻ്റെ ദ പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിൽ നിന്ന് നമ്മളതിൻ്റെ ഒരു കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. ഇഫ് യു എവർ സെഡ് I didn't get anything out of worship today, you worshipped for the wrong reaction. അതിൻ്റെ സെക്കൻഡ് സെഷൻ ആയിപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ തേർഡ് സെഷൻ നോക്കാം. തേർഡ് സെഷനകത്ത് പ്രോവർബാണ് തേർഡ് സെഷനിൽ വരുന്നത്. സദൃശവാക്യങ്ങൾ: ബുദ്ധിഹീനരോട് ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീനെന്നും വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീനെന്നും ഉപദേശിക്കുകയാണ്. Forsake the foolish and leave and go in the way of the understand. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. He that reproveth a scorner getteth to himself shame, and he that rebuketh a wicked man getteth himself a blot. ഇനി നമുക്ക് നാലാമത്തെ സെഷൻ, ഫോർത്ത് സെഷൻ. മത്തായിയുടെ സുവിശേഷം: ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. Saying, arise and take the young child and his mother and go into the land of Israel, for they are dead which sought the young child's life. നമ്മുടെ എല്ലാ സെഷനോടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.